എവ്രിവൺ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തോ? എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഓടി വന്ന് പറയാം കേട്ടോ. എങ്ങനെയായിരുന്നു എക്സാം? അടിപൊളിയായിട്ട് എഴുതാനൊക്കെ പറ്റിയോ എന്നുള്ള കാര്യം എല്ലാവരും വന്ന് പറയുക. ഇനി എക്സാം കുറച്ച് എഴുതാനൊക്കെ ടഫായിരുന്നു എങ്കിലും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് പറ്റുന്ന പോലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? എന്തൊക്കെയാണ് എൻ്റെ മക്കൾ എഴുതിയത്? എല്ലാവരും എഴുതിയതൊക്കെ കറക്റ്റ് ആണോ? നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് എക്സാം എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടിപൊളിയായിരുന്നു, എങ്ങനെയായിരുന്നു, എല്ലാം എഴുതിയോ, എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ടെൻഷൻ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊക്കെ, കൂളായി ഹാപ്പി ആയോ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ലിസൺ ആൻഡ് ഡ്രോ ആണ്. ടീച്ചർ നമുക്ക് പറഞ്ഞു തരും, അതനുസരിച്ച് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ അവിടെ പടം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ലിസൺ ആൻഡ് ഡ്രോ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ടീച്ചർ നമുക്ക് ഡയറക്ഷൻസ് തരും, അല്ലെങ്കിൽ ടീച്ചർക്ക് എന്താണോ ചെയ്യേണ്ടതെന്നുള്ളത് പറയും, അതനുസരിച്ചാണ് എൻ്റെ മക്കൾ അവിടെ ചെയ്യുക എന്നുള്ളത് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ട്രീയുടെ പടമാണ് തന്നിട്ടുള്ളത്. ട്രീ ഉണ്ട്, ഇവിടെ ഒരു പോണ്ട്, പിന്നെ നമ്മുടെ റോബോട്ടിൽ ആ റോബോട്ടും ബോയും നമ്മുടെ സിയക്കുട്ടിയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ടീച്ചർ തന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം അവിടെ പടം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ട്രീക്ക് കളർ ചെയ്യുക, അതുപോലെ തന്നെ പോണ്ടിൽ ഫിഷ് വരയ്ക്കുക, താഴെ വീൽ ചെയർ വരയ്ക്കുക. അങ്ങനെ ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞോ അതൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മിസ് വിചാരിക്കുന്നു. പടം വരയ്ക്കാൻ പിന്നെ നമ്മളങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ആ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഫസ്റ്റ് ആക്ടിവിറ്റി വളരെ സിമ്പിളായിരുന്നു. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് നമുക്ക് അതിനെ കൂളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. ടീച്ചർ പറഞ്ഞു തന്നു, ആ പറഞ്ഞു തന്ന സാധനങ്ങൾ അവിടെ വരയ്ക്കുക, കളർ ചെയ്യുക, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ലിസൺ ആൻഡ് ഡ്രോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടിപൊളിയായിട്ട് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മോം ആൻഡ് ദി ബോയ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അപ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോൺവെർസേഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ട് വരിക, വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഇവിടെ നമ്മുടെ മോമും ബോയും, അതായത് ആ ബോയ് തിരിച്ച് റോബോട്ട് വീൽ ചെയർ ആയിട്ട് ആക്ട് ചെയ്ത് വീട്ടിലേക്ക് എത്തിയല്ലോ. അപ്പോൾ അമ്മയും ആ ബോയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അമ്മ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ദിസ് ഡിയർ? മോനി ഇത് എന്താണ്? അങ്ങോട്ട് പോയപ്പോൾ സാധാ വോക്കറിൽ പോയ കുട്ടിയാണ്, തിരിച്ചു വന്നപ്പോൾ ഒരു വീൽ ചെയറിലൊക്കെ വരുന്നത് അല്ലേ. അമ്മ ഞെട്ടി. അപ്പോൾ എന്താ പറയുന്നത് മോന്? എന്താ ബോയ് പറയാ? ഇറ്റ് ഇസ് എ വീൽ ചെയർ മമ്മ. എന്താ അതൊരു വീൽ ചെയർ ആണ്, ഇറ്റ് ഇസ് എ വീൽ ചെയർ മമ്മ. എല്ലാവരും ഇങ്ങനെയാണോ എഴുതിയത്? ഇറ്റ് ഇസ് എ വീൽ ചെയർ അല്ലെങ്കിൽ ദിസ് ഇസ് എ വീൽ ചെയർ മമ്മ, അങ്ങനെയാണോ എല്ലാ മക്കളും എഴുതിയിട്ടുള്ളത്? എല്ലാവരും ഇങ്ങനെ എഴുതാനായിട്ട് ശ്രമിച്ചോ? ഇനി അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നതോ, ഹൂ ഗേവ് ദിസ്? ആരാ ഇത് തന്നേ? ഹൂ ഗേവ് ദിസ് അതായിരിക്കുമല്ലോ, അവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഹൂ ഗേവ് ദിസ് എന്നുള്ളത്. ദെൻ അപ്പം എന്താ അതിൻ്റെ ഉത്തരം എഴുതുക? ആ ചോദ്യം ഇവിടെ എന്താ? ഹൂ ഗേവ് ദിസ്. അമ്മ ചോദിക്കുകയാണ് ആരാണിത് തന്നത്? അതായിരിക്കുമല്ലോ, നമ്മളിപ്പോൾ എന്ത് സാധനം എടുത്തുകൊണ്ട് ചെന്നാലും അമ്മ ആദ്യം നമ്മളോട് ചോദിക്കുക ഇത് തന്നെയായിരിക്കും. ഹൂ ഗേവ് ദിസ്? ആരാ ഇത് തന്നെ? അപ്പോൾ ആരാന്ന് പറയാ? സിയ ഗേവ് ദിസ്. ഇതെനിക്ക് തന്നത് സിയ ആണ്. അത്രയും മാത്രമേ ഉള്ളൂ കോൺവെർസേഷൻ എഴുതാനായിട്ട്. വലിയ പ്രശ്നമുള്ള കോൺവെർസേഷൻ എന്നല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ആട്ടോ. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റിയ മിസ് അന്നേരം പറഞ്ഞു നമ്മുടെ കോൺവെർസേഷൻ ഒന്നും വലിയ കാര്യങ്ങളൊന്നും വരില്ല, 1-2 സെന്റൻസുകൾ എഴുതാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് സെറ്റായോ? എല്ലാവർക്കും സെറ്റായോ? അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റിയോ? രണ്ടാമത്തെ ആക്ടിവിറ്റി ആയിട്ടുള്ള മോം ആൻഡ് ദ ബോയ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ എല്ലാവരും അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തോ? വളരെ സിമ്പിളാണ്. അപ്പോൾ അതെല്ലാവരും ചെയ്തോ? അങ്ങനെയെങ്കിൽ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദ ബോയ്സ് ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ബോയുടെ ഗിഫ്റ്റ് ആണ് കളർ ആൻഡ് ഡിസ്ക്രൈബ് ദ ഡോൾ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഡോളിനെ കളർ ചെയ്യുക. എല്ലാവരും നല്ല ഭംഗിയായിട്ട് കളർ ചെയ്തോ? കളർ ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഭംഗിയായിട്ട് കളർ ചെയ്തോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, കൊളാക്കാതെ ഒരുപാട് വർണ്ണ നിറങ്ങൾ, നമ്മൾ കൊടുത്ത പോലെ വർണ്ണ നിറങ്ങളൊന്നും കൊടുക്കാതെ ഒരു നല്ല രീതിയിൽ ആ ഡോളിനെ കളർ ചെയ്തോ എല്ലാവരും? യെസ്. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഡോളിന് എന്ത് ചെയ്താൽ മതി, കളർ കൊടുത്താൽ മാത്രം മതി. നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രസ്സിനും, അതുപോലെ മേളിലത് താഴെ ബെൽറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മുഖത്തും മുടിക്കും ഒക്കെ നല്ല രീതിയിലുള്ള കളർ കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ കളർ കൊടുക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കളർ കൊടുക്കാൻ ശ്രമിച്ചോ? നല്ലതായിട്ട് ചെയ്യാനായിട്ട് പറ്റിയോ മക്കൾക്ക്? കളർ ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള
ആക്ടിവിറ്റി അല്ലേ. ഇനി എന്താ അപ്പോൾ ഇത് എല്ലാവരും കളർ ചെയ്തതിന് ശേഷം ഡിസ്ക്രൈബ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മളൊരു ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് എ വണ്ടർഫുൾ ഡോൾ. ഇനി നമുക്ക് ഡോളിന് ഒരു കളറാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡ്രസ് ഏത് കളറിലാണോ നിങ്ങൾ കൊടുത്ത ആ കളറിൽ അതിൻ്റെ ഡ്രസ്സ് എഴുതാം. അപ്പം അത്രയും ഭംഗിയായിട്ട് എന്ത് ചെയ്താൽ മതി, കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസിൽ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡോൾ എന്നും കൂടി ചെയ്ത് എൻ്റെ മക്കൾക്ക് ആ ഡോളിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാന്ന് ഒരു 3-4 സെൻറ്റൻസുകളിൽ ഇത്രയും ഒരു 3-4 സെൻറ്റൻസ് ഒരു 3 സെൻറ്റൻസിലൊക്കെ എന്ത് ചെയ്താൽ മതി, ഡിസ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. ഒരു 3 സെൻറ്റൻസിലൊക്കെ ഡിസ്ക്രൈബ് ചെയ്താൽ മതി. ആദ്യം എന്താണെന്ന് അത് പറയുക. ദിസ് ഇസ് എ ഡോൾ. ഇനിയോ ഇനി അതെ ദിസ് എ ബ്യൂട്ടിഫുൾ ഡോൾ. ഇറ്റ്സ് ഡ്രസ് ഇനി റെഡ് കളറാണ് അല്ലെങ്കിൽ ഗ്രീൻ കളറാണ്. ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്തു. എല്ലാവരും അടിപൊളിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്തോ. അതുപോലെ കളർ ചെയ്യുക, നല്ല വണ്ടർഫുൾ ആയിട്ട് കളർ ചെയ്യുക, അതുപോലെ ഡിസ്ക്രൈബ് ചെയ്യുക. കളർ ചെയ്യുമ്പോൾ മിസ് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഇത് സെറ്റായി എന്നുള്ളവരെല്ലാവരും നമ്മുടെ കമന്റ് ബോക്സിൽ ഓരോ ആക്ടിവിറ്റീസും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിന് വേഗം തന്നെ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജി അതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തതാണ് നമ്മുടെ ആക്ടിവിറ്റി നമ്പർ 4. ഓക്കെ, യെസ്, സിയയുടെ ഡയറി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിയയുടെ ഡയറി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഹിയർ ഇസ് ദ ഡയറി ഓഫ് സിയ. റീഡ് ഹെർ ഡയറി. ഓക്കെ, റീഡ് ഹെർ ഡയറി. ഹിയർ ഇസ് ദ ഡയറി ഓഫ് സിയ. എന്താണ് സിയയുടെ ഡയറി നോക്കാം. ഐ ആം വെരി ഹാപ്പി ടുഡേ. സിയ പറയുന്നത് ഐ ആം വെരി ഹാപ്പി ടുഡേ. ഐ ഗോട്ട് എ ഡോൾ. എനിക്കൊരു ഡോള് കിട്ടി. The boy's mother gave me the doll. ആരുടെ ഡോള് തന്നെ? The boy's mother gave me the doll. It can sing and dance. I like the doll. Okay, India, it can sing and dance. ആ ഡോളിന് സിങ് ചെയ്യും. It can sing and dance. അത് സിങ് ചെയ്ത് പാടുകയും ചെയ്യും, അതുപോലെ ഡാൻസും കളിക്കും. I like the doll. എനിക്ക് ആ ഡോൾ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഈ സെൻറ്റൻസുകൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഐ ആം വെരി ഹാപ്പി ടുഡേ. സിയയുടെ ഡയറി ആണ് കേട്ടോ. സിയ എന്താണ് ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഇനിയോ ഐ ഗോട്ട് എ ഡോൾ. എനിക്കൊരു ഡോള് കിട്ടി. The boy's mother gave me the doll. ആരാ ഡോള് കൊടുത്തത്? ബോയിയുടെ മദർ. നമ്മുടെ ആ ബോയിയുടെ മദറാണ് സിയയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് ആ ഡോളിനെ കൊടുത്തത്. ഇറ്റ് ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ആർക്കാ? ഈ ഡോളിന് പാട്ട് പാടാനും കഴിയും, ഡാൻസ് കളിക്കാനും കഴിയും. ഐ ലൈക്ക് ദ ഡോൾ. എനിക്ക് ഈ ഡോള് ഒരുപാട് ഇഷ്ടമായി. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇനി അടുത്ത് ഗീവ് ടിക്ക് മാർക്ക് ടു ദ കറക്റ്റ് വൺ ആൻഡ് ക്രോസ് മാർക്ക് ടു ദ ഇൻകറക്റ്റ് വൺ. അവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റിന് ടിക്ക് മാർക്ക് കൊടുക്കുക, തെറ്റായ കാര്യമാണെങ്കിൽ ക്രോസ് മാർക്കും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ദേ നോക്കാം എന്തൊക്കെ സ്റ്റേറ്റ്മെന്റാ. സിയ ഈസ് ഹാപ്പി. ശരിയാണോ തെറ്റാണോ? സിയ ഹാപ്പി ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ സെന്റൻസ് നോക്കിയാൽ സിയ എന്താ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്? ഐ ആം വെരി ഹാപ്പി ടുഡേ. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? സിയ ഹാപ്പി അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ എന്ത് ചെയ്യുക? ടിക്ക് മാർക്ക് കൊടുക്കുന്നു. then അടുത്ത് സിയ ലൈക്സ് ദ ഡോൾ. സിയയ്ക്ക് ആ ഡോള് ഇഷ്ടമായി. സിയ ലൈക്സ് ദ ഡോൾ. സിയയ്ക്ക് ആ ഡോള് ഇഷ്ടമായി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ സെന്റൻസിൽ അങ്ങനെ ഒരു കാര്യം സിയയുടെ ഡയറിയിൽ ഉണ്ടോ എന്നൊന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ചെയ്തിട്ടുണ്ടോ നോക്ക്. ഐ ലൈക്ക് ദ ഡോൾ. സിയ പറയുന്നുണ്ട് ഐ ലൈക്ക് ദ ഡോൾ. സിയയ്ക്ക് ആ ഡോള് വളരെ ഇഷ്ടമായി. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. നമുക്കതും കറക്റ്റ് കൊടുക്കാം. ദ ബോയ് ഗോട്ട് എ ഡോൾ. ബോയ്ക്കാണോ ഡോൾ കിട്ടിയത്? ബോയ് ഗോട്ട് എ ഡോൾ. ബോയ്ക്കാണോ ഡോൾ കിട്ടിയേ? അല്ല. ആർക്കാ കിട്ടിയേ? ഇവിടെ നമ്മുടെ സിയ പറയുന്നത് ഐ ഗോട്ട് എ ഡോൾ. സിയയ്ക്കാണ് ഡോള് കിട്ടിയത്, ബോയ്ക്കല്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ മക്കളെ? അല്ല, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റായതിന് ക്രോസ് മാർക്ക് കൊടുക്കുക, ശരിയായതിന് ടിക്ക് മാർക്ക് കൊടുക്കുക. ദ ഡോൾ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഡോളിന് പാട്ട് പാടാനും പറ്റും, ഡാൻസ് കളിക്കാനും പറ്റും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? നമുക്ക് സിയുടെ ഡയറിയിൽ ക്രോസ് ചെക്ക് ചെയ്യാം. ഇറ്റ് ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഈ ഡോളിന് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും കഴിയും, ഡാൻസ് ചെയ്യാനും കഴിയും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ദ ഡോൾ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. സിയാസ് മദർ ഗേവ് ദ ഡോൾ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക.
സിയാസ് മദർ ഗേവ് ദ ഡോൾ. അപ്പൊ അവിടെ ഒരു പെട്ടെന്ന് നമ്മൾ ശരി അമ്മയാണ് കൊടുത്തേ. ആരുടെ അമ്മയാ കൊടുത്തേ? സിയയുടെ അമ്മയല്ല ഡോള് കൊടുത്തത്. ആരുടെ അമ്മയാ? നമ്മുടെ ഡയറിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദ ബോയ്സ് മദർ ഗേവ് മീ ദ ഡോൾ. ആ ബോയുടെ അമ്മയാണ് ഗിഫ്റ്റ് ആയിട്ട് ആ ഡോള് കൊടുത്തിട്ടുള്ളത്, സിയയുടെ അമ്മ അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പൊ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ശ്രദ്ധിച്ചിട്ടാണോ എല്ലാവരും ചെയ്തേ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിട്ടാണോ ഈ ആക്ടിവിറ്റി ചെയ്തേ? ഈ ആക്ടിവിറ്റി ആണ് ഒരു ഇച്ചിരി ഒന്ന് കുഴപ്പിച്ചത് അല്ലേ? ബാക്കിയൊക്കെ വളരെ സിമ്പിൾ ആണ്. ഈ ആക്ടിവിറ്റിയിൽ വായിച്ച് മുകളിൽ തന്നെ ഉള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടി ടിക്ക് ചെയ്യുന്നതിനും ക്രോസ് മാർക്ക് ഇടുന്നതിനും ഒക്കെ മുന്നേ അതൊന്നും കൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞെങ്കിൽ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടോ? എല്ലാവരും അടിപൊളിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ടോ? നല്ല രീതിയിൽ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ടിക്ക് മാർക്കും തെറ്റായതിന് ക്രോസ് മാർക്കും എല്ലാവരും കൊടുത്തിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് ഡോൾ സോങ്. ഓക്കെ, ആ ഡോളിന്റെ സോങ് ആണ് കേട്ടോ. ഡോളിന്റെ സോങ് ആണ്. കംപ്ലീറ്റ് ദ ലൈൻസ് ഓഫ് ദ സോങ്. അപ്പൊ നമ്മൾ കുറേ പ്രാവശ്യം പഠിച്ചതാണ് ആഡ് മോർ ലൈൻസ്. ആഡ് മോർ ലൈൻസ് നമ്മൾ കുറേ പ്രാവശ്യം പഠിച്ചല്ലേ. ആഡ് മോർ ലൈൻസ് എങ്ങനെ ചെയ്യണമെന്ന് മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ചോദിച്ചാലും അത് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിക്ചർ തരും, പിക്ചർ തന്നിട്ട് ചോദിക്കും. അപ്പൊ ഇവിടെ പിക്ചർ തന്നിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ആഡ് മോർ ലൈൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത സിമ്പിൾ ആണ്. ഒന്നെങ്കിൽ മിസ് പറഞ്ഞു ഹിന്റ് തരും, നമ്മുടെ ക്ലൂസ് പൊടി തരും, അല്ലെങ്കിൽ എന്ത് തരും? നമുക്ക് ആ പിക്ചർ തന്നിട്ട് അത് കണ്ട് എഴുതാനായിട്ടും തരും. അപ്പൊ ഇവിടെ പിക്ചർ തന്നിട്ടാണ്, നമുക്ക് നോക്കാം എങ്ങനെയാന്ന്. ഓക്കെ, I am a doll. First of all, doll ആണ് പാടുന്നത്. I am a doll, smart and cute. I like to dance. Tip tap toop, tip tap toop. അപ്പൊ ഇതാണ് ഡോളിന്റെ ഒരു പോർഷൻ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 ലൈൻസ് എക്സാമ്പിൾ തരും. അത് കണ്ടാണ് നമ്മൾ താഴേക്ക് എഴുതാന്നുള്ളത്. അപ്പൊ തന്നെ എങ്ങനെയാ? ഐ ആം എ ഡോൾ, ഞാൻ ഡോളാണ്. ഇനിയോ സ്മാർട്ട് ആൻഡ് ക്യൂട്ട്, സ്മാർട്ടും ആണ് ക്യൂട്ടും ആണ്. ഐ ലൈക്ക് ടു ഡാൻസ്, ഞാൻ ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. എങ്ങനെയാ ഡാൻസ് ചെയ്യുന്നത്? ടിപ്പ് ടാപ്പ് ടൂപ്പ്, ടിപ്പ് ടാപ്പ് ടൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കുകയാണെങ്കിൽ അടുത്തതേ ഇവിടെ ഒരു ഗേളിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ബാക്കി എഴുതാനുള്ളത് തന്നിട്ടില്ല കേട്ടോ. ഗേളിന്റെ പിക്ചർ തന്നു, ബാക്കി എഴുതാനുള്ളത് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യാ? നമുക്ക് എഴുതാം ഐ ആം എ ഗേൾ, സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. നമ്മുടെ സെന്റൻസ് മേലെ തന്നിരിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ എഴുതുക. ഐ ആം എ ഗേൾ, ഇവിടെ ഗേളിന്റെ പിക്ചർ ആണ്. അപ്പൊ നമ്മൾ ഐ ആം എ ഗേൾ എഴുതി. സ്മാർട്ട് ആൻഡ് ക്യൂട്ട് അത് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. ദെൻ ഐ ലൈക്ക് ടു ഡാൻസ്, ഇവിടെ ഡോൾ ഡാൻസ് ചെയ്യാണ്. പക്ഷെ ഇവിടെ ഈ ഗേൾ എന്താ ചെയ്യുന്നേ? പാട്ട് പാടുക. മൈക്കുണ്ട് കയ്യിൽ, ശ്രദ്ധിച്ചോ? മൈക്കുണ്ട് കയ്യിൽ. അപ്പൊ എന്ത് ചെയ്യുക? പാട്ട് പാടുകയാണ്. അപ്പൊ എന്താ ചെയ്യാ? ഐ ലൈക്ക് ടു സിങ്, ഐ ലൈക്ക് ടു സിങ്. പാടുന്നതിന് നമ്മൾ എന്താ പറയാ? സിങ് എന്നാട്ടോ. ഇനിയോ ഇവിടെ ഡാൻസിന്റെ സ്റ്റെപ്പായിട്ട് ടിപ്പ് ടാപ്പ് ടൂപ്പ്, ടിപ്പ് ടാപ്പ് ടൂപ്പ് എന്ന് പറഞ്ഞു. ഇനി തന്നെ ഇവിടെ എന്ത് ചെയ്തു? പാടുമ്പോൾ നമ്മൾ ലാ 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 അങ്ങനെയല്ലേ പാടുക. അപ്പൊ അത് തന്നെ എന്ത് ചെയ്താൽ മതി? അത് തന്നെ എഴുതിയാൽ മതി. ലാ 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 ലാ. അതെ, ഇവിടെ തന്നിട്ട് ഇവിടെ നമുക്ക് എന്താ? ടിപ്പ് ടാപ്പ് ടൂപ്പ് 2 വട്ടം തന്നു, 1 വട്ടം തന്നു. അതുപോലെ തന്നെ ടിപ്പ് ടാപ്പ് ടൂപ്പ് തന്നു. അപ്പൊ ഇവിടെ ലാ 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 അത് തന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും എന്ത് എഴുതുന്നു? ലാ 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 ലാ. സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആഡ് മോർ ലൈൻസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. വലിയ പ്രശ്നക്കാരൊന്നും ഇല്ലാത്ത ആക്ടിവിറ്റീസ് ആണ്. ഈ ഒരു ആക്ടിവിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ട്, അതായത് ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് വായിക്കുന്ന പെട്ടെന്ന് ചാടിക്കേറി ഉത്തരം ചെയ്യാണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആക്ടിവിറ്റി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് എക്സാം നമ്മൾ അടിപൊളിയായിട്ട് അങ്ങനെ അറ്റൻഡ് ചെയ്തു. എല്ലാവർക്കും എളുപ്പമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം? എല്ലാവർക്കും അടിപൊളിയായിരുന്നു എന്നുള്ളത് കമന്റ് ചെയ്യുക. എല്ലാം ചെയ്യാനായിട്ട് പറ്റി എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും വേഗം തന്നെ കമന്റ് ചെയ്യുക. നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ അടിപൊളിയായിട്ട് അങ്ങനെ നമ്മുടെ എക്സാമിനറിന്റെ കൂടെ ചേർന്ന് പഠിച്ചു. അപ്പൊ ഇനിയും നമുക്ക് നമ്മുടെ എക്സാമിനറിന്റെ കൂടെ ചേർന്ന് പഠിക്കാം. എല്ലാവരും നമ്മുടെ കൂടെ തന്നെ നിൽക്കുക. നിങ്ങളുടെ കൂടെ നമ്മൾ എല്ലാവരും ഉണ്ട്. അപ്പൊ താങ്ക് യു.